നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ട് ഒരു ഫ്രോക്ക് ഉണ്ടാക്കിയാലോ? 5 മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞാൽ റയോൺ ഫാബ്രിക് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ. ഇത് രണ്ടുമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സിമ്പിളാണ്, ആർക്കും തയ്ക്കാം, സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഈ പാറ്റേൺ ഞാൻ കണ്ടത് 100 acts of sewing July 20 ഡ്രസ് നമ്പർ 1 ഇങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ട ഒരു കോമ്പറ്റീഷനാണ്. ജൂലൈയിൽ അവർ തയ്ക്കുന്നതാണ്, എല്ലാ വർഷവും ജൂലൈയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ കണ്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ അഡൾട്ട്സിന് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കാൻ ഈ പാറ്റേൺ സജസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അത് എനിക്ക് വേണ്ടി ഞാൻ തയ്ച്ചു കഴിഞ്ഞപ്പം എൻ്റെ മോൾക്കും വേണ്ടി ഞാൻ തയ്ച്ചു. ആൻഡ് അതിൻ്റെ തീം എന്ന് പറയുന്നത് കൂൾ കംഫർട്ട് എന്നാണ്. പേര് പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിന് വളരെ കുറച്ച് മെഷർമെൻറ്റ്സ് ആവശ്യമുള്ളൂ. ഷോൾഡർ, ചെസ്റ്റ് റൗണ്ട് ആൻഡ് ടോട്ടൽ ലെങ്ത്. ഷോൾഡർ ഈസ് 9 inches. 9 inchസിൻ്റെ പകുതി എടുത്താൽ 4.5 inches. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ സ്റ്റാൻഡേർഡ് ആണ്, 5 inches ആം ഹോൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് 20.5 inches ആണ് മൊത്തത്തിൽ വരുന്നത്. സോ 20.5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു 1/2 inch സീം അലവൻസ് ഈസായിട്ട് കൊടുക്കുക. അതിനുശേഷം 1 inch സീം അലവൻസ് കൊടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെന്നില്ല, ലാസ്റ്റാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഒരു 1 inch സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് നെക്ക് ഡെപ്ത് ആണ്. നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 1.5 inch ആണ് നെക്ക് ഡീപ്പായിട്ട് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 1 to 1.5 inch വരെ നമുക്ക് കൊടുക്കാം, അതിന് മേലോട്ട് കൊടുക്കണ്ട. ആൻഡ് ഫ്രോക്കിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 1 inch ആണ് കൊടുക്കുന്നത്. നെക്ക് ഡെപ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ബാക്ക് പാനൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കീ ഹോളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ 2 സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്യും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് 1.5 inches ഉള്ളൂ. അപ്പോൾ തല കടക്കണമെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഹോൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി സൈഡ് ഇങ്ങനെ ഡയറക്റ്റ് വരച്ചു കൊടുക്കുക. പിന്നെ താഴേന്ന് ഒരു 2 inch മേലോട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് കമ്പൽസറി ലൈക്ക് ഹിപ്പ് സ്കെയിൽ വേണമെന്നില്ല, ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതിയാവും. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഇവിടെ കൊടുത്തേക്കുന്നത് എത്രയാണ്? 23 inches ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 24 inches ആണ്. 1 inch കൂട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി 23 തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 23.5 inch നമുക്ക് എടുത്താൽ മതിയാവും. ഓക്കെ, പിന്നെ ആം ഹോൾ വെച്ച് അങ്ങ് വരയ്ക്കുക. ആം ഹോൾ കർവ് യൂസ് ചെയ്തിട്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആയാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷെ കുട്ടികൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അംബ്രല്ലാസൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ബട്ട് ഇപ്പോൾ ഒരു പോംപോം ലേസൊക്കെ മേടിച്ചിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് അമേസിങ്. ഇതാണ് മെഷർമെൻറ്റിൻ്റെ സമ്മറി. ഇത്രയേ ഉള്ളൂ. ഇത് കീ ഹോൾ കട്ട് ചെയ്തെടുക്കുക. ഇത് എങ്ങനെ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെ പോക്കറ്റ്സും കട്ട് ചെയ്തെടുക്കണം. റഫായിട്ടുള്ള കട്ടിങ് ആണ്. ഇതാണ് ബാലൻസ് വന്ന ഫാബ്രിക് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മാക്സിമം നീളം വേണമെന്ന് നിർബന്ധമുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ ഇട്ട് വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് നീളം അത്യാവശ്യം വേണം. സോ മാക്സിമം നീളം എടുക്കുക. പിന്നെ വീതി എന്ന് പറയുന്നത് ഒരു 5.5 inch ആണ് പിന്നെ എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത്രയും കട്ട് ചെയ്തെടുക്കുക. പിന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് 4 സൈഡും മടക്കി അടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് എവിടെയാണോ പോക്കറ്റ്സ് വരേണ്ടത് അവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ടിൽ മുകളിൽ ഒരു ഓപ്പണിംഗ് വെക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ലെവൽ ചെയ്തെടുക്കണം നീറ്റായിട്ട് പോക്കറ്റ്സ് ഒക്കെ. അപ്പം സ്റ്റിച്ച് ചെയ്താലും കുറച്ചും കൂടി ഒരു ഫിനിഷിങ് വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ 2 ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, 2 സ്ട്രാപ്സ് വേണം. അത് കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ 4ആയിട്ട് മടക്കി കഴിഞ്ഞാൽ ഒരു അംബ്രല്ല ഷേപ്പിലങ്ങ് നമുക്ക് ഫാബ്രിക് കിട്ടും. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് അയൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്യുക.
എൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങനെ ഇരുന്നോളും. തയ്ച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഫാബ്രിക്. ഇനി എന്താ ചെയ്യണ്ടേ, കീ ഹോൾ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ദ സ്വിങ് സ്റ്റെപ്പ് നമ്പർ 1. റൈറ്റ് ഓൺ റൈറ്റ് ഫാബ്രിക് വെക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെന്താ വേണ്ട, എക്സ്ട്രാ വരുന്ന ഫാബ്രിക്സ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാം കട്ട് ചെയ്ത ശേഷം അകമ്പുറം തിരിക്കുക. പിന്നെ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇനി ഇതാണ് ഹൈലൈറ്റ്. രണ്ടായിട്ട് ചുമ്മാ അങ്ങനെ അങ്ങോട്ട് മടക്കി ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്ര എളുപ്പമാണ് ഇത് ഫിനിഷ് ചെയ്യാനായിട്ട്. പണ്ട് നമ്മൾ പെറ്റിക്കോട്ട്സ് ഒക്കെ തയ്ക്കൂലേ, പണ്ട് അടിയുടുപ്പൊക്കെ തയ്ക്കുമല്ലോ, ആ ഒരു ഫിനിഷ് ചെയ്യണ മോഡലിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നെക്കും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. പിന്നെ ഈ 2 സ്ട്രാപ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, മറക്കരുത്. കാരണം അത് ഹോൾഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, സ്ട്രാപ്സ് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി സ്യൂയിങ്.